നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യുപിയിലെ ഓരോ സീറ്റും ബിജെപിക്ക് പ്രധാനമാണ്. മൂന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കാനിരിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും അയോധ്യയിൽ. 7 മണിയോടെ അയോധ്യയിലെത്തുന്ന മോദി രാമക്ഷേത്രത്തിൽ ദർശനവും പൂജയും നടത്തിയ ശേഷമാണ് ക്ഷേത്ര പരിസരത്ത് 2 കിലോമീറ്റർ ദൂരമാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ നടന്നത്. പ്രധാനമന്ത്രിയുടെ മുസ്ലിം വിരുദ്ധ പരാമർശം വലിയ വിവാദമായതിന് പിന്നാലെയാണ് രാമക്ഷേത്രം വീണ്ടും സജീവ ചർച്ചയാക്കി നിർത്താൻ മോദി തന്നെ നേരിട്ടിറങ്ങുന്നത്. ജനുവരിയിൽ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ആദ്യമായാണ് മോദി അയോധ്യയിലെത്തുന്നത്. രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയത് തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാക്കി നിർത്താനാണ് മോദിയുടെ ശ്രമം. യോഗി ആദിത്യനാഥിനൊപ്പമാണ് മോദി റോഡ് ഷോ നടത്തിയത്. 1 മണിക്കൂറോളം റോഡ് ഷോ നീണ്ടു. 12 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി 92 മണ്ഡലങ്ങളാണ് ജനവിധി എഴുതാൻ ഒരുങ്ങുന്നത്. ഗുജറാത്തിൽ 25 മണ്ഡലങ്ങളിലും, കർണാടകത്തിൽ ജഗദീഷ് ഷെട്ടാർ മത്സരിക്കുന്ന ബലഗാവി, യെദ്യൂരപ്പയുടെ മകൻ BY രാഘവേന്ദ്രയ്ക്കെതിരെ ഈശ്വരപ്പ വിമതനായി മത്സരിക്കുന്ന ശിവമൊഗ ഉൾപ്പെടെ പോളിംഗ് ബാക്കിയുള്ള 14 മണ്ഡലങ്ങളിലും ബൂത്തിലും എത്തും. യാദവ് വിഭാഗത്തിന് സ്വാധീനമുള്ളവയുൾപ്പെടെ യുപിയിലെ 10 മണ്ഡലങ്ങളും, മധ്യപ്രദേശിൽ ജ്യോതിരാദിത്യ സിന്ധ്യ മത്സരിക്കുന്ന ഗുണ, ശിവരാജ് സിംഗ് ചൌഹാൻ മത്സരിക്കുന്ന വിദിഷ ഉൾപ്പെടെ 8ഉം, പശ്ചിമ ബംഗാളിൽ CPM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം മത്സരിക്കുന്ന മുർഷിദാബാദ് ഉൾപ്പെടെ 4 മണ്ഡലങ്ങളിലും വോട്ടിംഗ് നടക്കും. എതിർ സ്ഥാനാർത്ഥികൾ പിന്മാറിയതിനെ തുടർന്ന് BJP സ്ഥാനാർത്ഥിയെ വിജയായി പ്രഖ്യാപിച്ച സൂറത്തിൽ പോളിംഗില്ല. വോട്ടിംഗ് തീയതി മാറ്റിയതിനാൽ അനന്ത്നാഗ്, രജൌരി മണ്ഡലത്തിലും ചൊവ്വാഴ്ച വോട്ടെടുപ്പ് നടക്കില്ല. 3ാം ഘട്ട പോളിംഗ് പൂർത്തിയാകുന്നതോടെ രാജ്യത്തെ പകുതിയിലധികം ലോക്സഭാ മണ്ഡലങ്ങളും തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും. 2019-ൽ താൻ വീണ്ടും പ്രധാനമന്ത്രിയാകുമെന്ന് സമാജ്വാദി പാർട്ടി സ്ഥാപകൻ മുലായം സിംഗ് യാദവ് പ്രവചിച്ചിരുന്നതായി നരേന്ദ്രമോദി. ഇത് തനിക്കുള്ള മുലായത്തിന്റെ ആശീർവാദമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സമാജ്വാദി പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും മുദ്രാവാക്യങ്ങൾ നുണകളാണെന്നും അവരുടെ ഉദ്ദേശങ്ങൾ നല്ലതല്ലെന്നും അദ്ദേഹം വിമർശിച്ചു. കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും അവരുടെയും മക്കളുടെയും ഭാവിക്ക് വേണ്ടിയാണ് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നത്. കുടുംബത്തിന്റെയും വോട്ട് ബാങ്കുകളുടെയും ക്ഷേമത്തിനായാണ് അവർ പ്രവർത്തിക്കുന്നത്. എന്നാൽ മോദിയും യോഗിയും നിങ്ങളുടെ കുട്ടികളുടെ ഭാവിക്കായാണ് പ്രവർത്തിക്കുന്നത്. യുപിയിലെ മറ്റൊരു മണ്ഡലമായ ദൌരാഹരയിലെ റാലിയിലും സംസ്ഥാനത്ത് സഖ്യമായി മത്സരിക്കുന്ന ഇരു പാർട്ടികൾക്കെതിരെയും മോദി കടുത്ത പരാമർശങ്ങളാണ് നടത്തിയത്. SPയുടെയും കോൺഗ്രസിനെയും യുവരാജാക്കന്മാരുടെ നിലനിൽപ്പിന് പ്രീണന രാഷ്ട്രീയം അത്യന്താപേക്ഷിതമായെന്ന് മോദി ആരോപിച്ചു. യാതൊരു വിവേചനവുമില്ലാതെ മുസ്ലിങ്ങൾക്ക് സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യം കിട്ടുന്നുണ്ട്. കോൺഗ്രസും ഇന്ത്യ മുന്നണിയും അവരെ കരുക്കളാക്കുകയാണെന്ന് മുസ്ലിങ്ങൾ തിരിച്ചറിഞ്ഞുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നിങ്ങളെ സേവിക്കാൻ എന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ഞാൻ നീക്കിവെക്കും. എനിക്ക് സ്വന്തമായി കുടുംബമില്ല. നിങ്ങളാണ് എന്റെ കുടുംബവും പിന്തുടർച്ചക്കാരും. എന്റെ ഭാരതമാണ് എന്റെ കുടുംബമെന്നും മോദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.